ഇന്നുണ്ടല്ലോ ഞാൻ കുറച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കപ്പ കിട്ടിയത് നമുക്കിവിടെ ബട്ടിണ്ടയിൽ ഒരു മലയാളി സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് മേടിച്ചത്. അത് 200ഓളം മേടിച്ച് വൃത്തിയാക്കി ഒരു ചെറിയൊരു പാത്രത്തിന് കണക്കാക്കിയാ കിട്ടിയത്. അതിനെ പിന്നെ ഞാനെടുത്ത് വെട്ടി വൃത്തിയാക്കി എല്ലാം എടുത്ത് ഒന്ന് തിളച്ച വെള്ളത്തിലോട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തു. അത് വേകുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇറച്ചിയും കൂടെ അടുപ്പിൽ വെച്ചേക്കാമെന്ന് കരുതിയിട്ട് ഒരു 4-5 സവാള കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചതച്ചതും കുറച്ച് എടുത്ത് ഒരു പിടിയോളം ചതച്ചിട്ട് പകുതിയെ ഞാൻ അതിലിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് 1 സ്പൂണ് എരിവുള്ള മുളകും 1 സ്പൂണ് പിരിയം മുളകും പിന്നെ 1 സ്പൂണ് മല്ലിയും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഓർമ്മ വന്ന് ഇവിടെ ഒരു ഹിന്ദിക്കാർ എനിക്ക് എവിടെന്നോ കുറച്ച് കറി ലീഫ് കിട്ടി. അവർക്ക് കിട്ടിയപ്പോൾ അവരെനിക്ക് കൊണ്ട് തന്നായിരുന്നു. അത് ഞാൻ നന്നായിട്ട് കഴുകി ഒരു ഡബ്ബയ്ക്കകത്ത് ഉണക്കി വെച്ചു. തീർന്നു കേട്ടോ, ഇനി ഇച്ചിരി കൂടെ ഇരിപ്പുള്ളൂ. അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഇറച്ചിയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ആ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇറച്ചി ഒന്ന് വേകാൻ വെച്ചു. അത് കുക്കറിലാണ് വെച്ചത്, പക്ഷേ കുക്കറിൻ്റെ സീറ്റിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് വേകാൻ വെച്ചു. അപ്പോൾ കപ്പയും ഇറച്ചിയും വേകുന്ന സമയം കൊണ്ട് ഞാൻ വെച്ച് എന്നാൽ കുറച്ച് തേങ്ങ അതിന് വേണ്ടിയുള്ളത് ചതച്ചെടുക്കാമെന്ന്. ഒരു അരമുറി ഇല്ല കേട്ടോ, അതിലും താഴെയാണ് തേങ്ങ. അതും കുറച്ച് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതും കുറച്ച് മഞ്ഞപ്പൊടിയും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ മസാല മിക്സ് ചെയ്തതിൽ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. ആ ഇറച്ചി തലേ ദിവസമേ ഞാൻ കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് മറ്റേ പെരുംജീരകം ഉണ്ടല്ലോ, ഒരു മണത്തിന് വേണ്ടി കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു. ചതച്ചെടുത്തപ്പോൾ വെച്ച് എന്നാൽ ഇച്ചിരി കറി ലീഫും കൂടെ ഇടാമെന്ന് വെച്ച് കറി ലീഫും കൂടെ ഇട്ട് നന്നായി നമ്മൾ ആ തോരത്തിനൊക്കെ ഒന്ന് പൊടിച്ചെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് പൊടിച്ചെടുത്തു. പിന്നെ ഒരു ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് അതൊന്ന് എണ്ണ ചൂടായി വന്നപ്പം ഞാനത് വേറെ ഒന്നും ഇട്ടില്ല, കുറച്ച് കറി ലീഫേ ഇട്ടുള്ളൂ. കാര്യം മസാല ഐറ്റംസ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മളത് കൂടുതൽ ഇടുന്നത്. ആ കറി ലീഫ് ചൂടായി വന്നതും ആ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അതായത് കളറൊന്നും മാറുന്നില്ല, ആ ഒരു നമ്മുടെ തേങ്ങയുടെ ആ പച്ചപ്പ് മാറുന്നത് വരെ. അത് കഴിഞ്ഞ് പകുതിയെ വെന്തുള്ളൂ കപ്പ. ആ കപ്പയും ഇറച്ചിക്ക് കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു, ആ കപ്പയും ഇട്ട് ആ മസാലയും അതിൻ്റെ പുറത്തുകൂടെ ഇട്ട് മിക്സ് ചെയ്തില്ല. അപ്പോൾ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ആയിട്ട് ഒന്ന് നന്നായിട്ട് അടച്ചു വെച്ചു. അടച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇളക്കി നോക്കിയപ്പം ഏകദേശം വെന്തു, എന്നാൽ നന്നായിട്ട് വെന്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്കുള്ള കപ്പകൾ വെന്തിട്ടില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനതങ്ങ് എടുത്തു. അങ്ങനെ ബട്ടിണ്ടയിൽ വന്നിട്ട് എനിക്ക് കപ്പ ബിരിയാണി കഴിക്കാൻ പറ്റി. ബട്ടിണ്ടയിൽ വന്നിട്ട് കപ്പ ബിരിയാണി അടിപൊളി.